പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. കുറച്ച് റവ കയ്യിലുണ്ടെങ്കിൽ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള 4 മണി പലഹാരം നമുക്ക് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം. എണ്ണയിലൊന്നും മുക്കി പൊരിക്കാത്ത നല്ല സോഫ്റ്റും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ മിക്സി ജാറിലേക്ക് ഒരു 1.25 കപ്പോളം റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റവ വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് മൂടി വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. റവ അപ്പോൾ നല്ലപോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിംഗ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതേ മിക്സി ജാറിലേക്ക് തന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുക്കുന്നുണ്ട്. മധുരമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക. ഞാനിപ്പോൾ 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു മീഡിയം മധുരമാണ് ഉള്ളത്. പഞ്ചസാരയും ഇതാ നല്ലപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് റവ ചേർത്ത മിക്സിംഗ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം അതേ മിക്സി ജാറിലേക്ക് തന്നെ ഒരു 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ചെറിയൊരു പീസ് ബട്ടറും പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് മുഴുവനായിട്ട് വേണമെങ്കിലും ബട്ടർ ചേർത്ത് കൊടുക്കുക, അതല്ലെങ്കിൽ മുഴുവനായിട്ടും ഓയിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതെല്ലാം കൂടെ 1-2 മിനിറ്റോളം നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ഈ ബാറ്റർ റവയും പഞ്ചസാരയൊക്കെ പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ള് അപ്പസോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരേ ഡയറക്ഷനിൽ മിക്സ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് കുത്തിയിട്ട് ഇളക്കാതെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഒരു 10 മിനിറ്റോളം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. റവയൊക്കെ ഒന്ന് കുതിർന്ന് വരാനായിട്ടാണ്. ഇപ്പോൾ ഇതാ ഒരു 10 മിനിറ്റിന് ശേഷം നമ്മുടെ റവയൊക്കെ നല്ലപോലെ തന്നെ കുതിർന്ന് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ചുകൂടെ തിക്കുമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പും അതുപോലെ തന്നെ ഒരു 2 ഡ്രോപ്സ് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. വിനാഗിരി ഒരുപാടായി പോകരുത്, ഒരു 2 തുള്ളി മാത്രം മതി. പിന്നെ റവ കുതിർന്ന് വന്നതിന് ശേഷം കുറച്ച് തിക്കായിട്ടാണല്ലോ ഉള്ളത്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാൽ കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരേ ഡയറക്ഷനിൽ തന്നെ പതുക്കെ മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻറ്റും റൂം ടെമ്പറേച്ചറിൽ ഉള്ളതായിരിക്കണം. ഫ്രിഡ്ജിലൊന്നും വെച്ച് തണുത്തതാവരുത്. ഇപ്പോൾ ഇതാ നമ്മുടെ പലഹാരത്തിലേക്കുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ ഞാനിവിടെ ഇതുപോലൊരു 4 ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബൗളിൽ ഒഴിച്ചിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. ഇതിന് പകരം മൊത്തമായിട്ട് ഒരു കേക്ക് ബൗളിലേക്കോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്കോ ഒഴിച്ചു കൊടുത്ത് നമുക്കിത് വേവിച്ചെടുക്കാവുന്നതാണ്. ബൗളിലൊക്കെ ഞാൻ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1/4 ഭാഗത്തോളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ബൗളിലേക്ക് ബാറ്റർ എല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുക. അതിന് ശേഷം ഞാനിത് ഇഡ്ഡലിച്ചെമ്പിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇഡ്ഡലിച്ചെമ്പിലേക്ക് നേരത്തെ തന്നെ കുറച്ച് വെള്ളമൊക്കെ തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ബൗളെല്ലാം ഇറക്കി വെച്ച് ഇതിൻ്റെ മുകളിലായിട്ട് ചെറുതായിട്ടൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ശേഷം മൂടി വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് മാത്രം വേവിച്ചെടുത്താൽ മതി. ആ ഒരു സമയം കൊണ്ട് നമുക്കിത് വെന്ത് കിട്ടും. എന്നിട്ട് നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമുക്കിത് ഈ സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിടിയിപ്പിച്ച് കയ്യിലേക്ക് ഇതുപോലെ ഒന്ന് കൊട്ടി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ബൗളിൽ നിന്നൊക്കെ വിട്ടുപോരും. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ ഇത്. കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്.
ചെറിയൊരു കേക്ക് എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ, റവ കേക്ക് എന്ന് വേണമെങ്കിലും പറയാം. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരം തന്നെയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നു പോകരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.